ഇത് മാസ് മോട്ടോഴ്സിന്നാണ് ഹോണ്ട യൂണിക്കോൺ വണ്ടിയുടെ ഫ്രണ്ട് ഡിസ്ക് ബ്രേക്ക് ജാമായിട്ട് ഫുൾ ടൈറ്റായി പോയി. അത് നമ്മൾ അതിൻ്റെ ബ്രേക്ക് ഫ്ലൂയിഡ് റിലീസ് ചെയ്ത് വിട്ട വണ്ടിയാണ്. അപ്പോൾ നമുക്കിന്നത് റിപ്പയറിങ്ങിനായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അഴിച്ച് ചെക്ക് ചെയ്യുന്ന സമയത്തുണ്ടല്ലോ നമുക്കതിൻ്റെ ഈ മാസ്റ്റർ കിറ്റാണ് ശരിക്കും കംപ്ലയിൻറ്റ് കേട്ടോ. അപ്പോൾ ഇത് ശരിക്കും റിപ്പയർ ചെയ്യാൻ പറ്റുന്ന മോഡലാണ്. പക്ഷേ അതിൻ്റെ ഈ ടൈപ്പ് എന്ന് പറയുമ്പോൾ ഇത് നോക്കുമ്പോൾ തന്നെ അതിൻ്റെ ഉള്ളിൽ സ്റ്റക്ക് ആവുന്ന ഒരു കംപ്ലയിൻ്റ് ഉണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മളത് അഴിച്ച് റിപ്പയർ ചെയ്താൽ ഏകദേശം നമുക്കൊരു 700-750 രൂപ നമുക്ക് എല്ലാം കൂടി വരും. അപ്പോൾ അങ്ങനെ ചെയ്തിട്ട് നമ്മൾ റീസെറ്റ് ചെയ്താലുണ്ടല്ലോ നമുക്കൊരു എന്താ പറയുക കോൺഫിഡൻസോടുകൂടി വണ്ടി ഓടിക്കാൻ പറ്റാത്തൊരു കണ്ടീഷൻ ആയിരിക്കും. കാരണം റിപ്പീറ്റ് ഈ പറഞ്ഞ കുറച്ച് ദിവസത്തേക്ക് നിൽക്കും, ചിലപ്പോൾ അതിൻ്റെ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് അതിൻ്റെ വീണ്ടും ബ്രേക്ക് ഇല്ലാത്തൊരു സിറ്റുവേഷനിലേക്ക് വരും. അപ്പോൾ അതിനും ഭേദം നമുക്ക് ഈ മാസ്റ്റർ യൂണിറ്റ് മാറ്റി പുതിയത് സെറ്റ് ചെയ്യണം, അതാണ് ഏറ്റവും ബെറ്റർ കേട്ടോ. അപ്പോൾ ഞാൻ ആ രീതിയിലുള്ളൊരു എസ്റ്റിമേറ്റ് നോക്കിയിട്ട് പറയാം. അപ്പോൾ ഇത് നമ്മൾ മാറ്റിയിടുന്ന കൂട്ടത്തിൽ കേട്ടോ നമുക്ക് അതിൻ്റെ ഈ ബ്രേക്കിൻ്റെ ലിവറും അത്യാവശ്യം പ്ലേ വന്നിട്ടുണ്ട്. അപ്പോൾ അതും കൂടി മാറ്റിയിട്ടേക്കാം. അപ്പോൾ ആ ഭാഗം ഫ്രഷ് ആയിക്കോളും. പിന്നെ അടിയിൽ വരുന്ന കാളിപ്പർ അസംബ്ലി നമ്മൾ ഫുള്ളായിട്ട് അയച്ചിട്ടുണ്ട്, ക്ലീൻ ചെയ്യാൻ വേണ്ടി അയച്ചാണ്. അപ്പോൾ അതിൻ്റെ ഈ പിസ്റ്റൺ സീലും ഈ പിസ്റ്റണും കൂടി ചേഞ്ച് ചെയ്ത് തരാം. പിസ്റ്റൺ എനിക്ക് തോന്നുന്നത് ഒരു 100 താഴെ നമുക്ക് ഓരോരുത്തരുടെ വില വന്നുള്ളൂ. അപ്പോൾ അതും കൂടി മാറ്റിയിട്ട് കഴിഞ്ഞാൽ നമുക്ക് ശരിക്കും പുതിയ ഒരു ബ്രേക്കിൻ്റെ അതേ ഒരു പെർഫോമൻസ് നമുക്ക് കിട്ടും. അപ്പോൾ കാളിപ്പർ അസംബ്ലി നമുക്ക് തന്നെ യൂസ് ചെയ്യാം, ക്ലീൻ ചെയ്തൊക്കെ റീസെറ്റ് ആക്കി എടുക്കാം. ഈ പിസ്റ്റണും അതിൻ്റെ സീലും മാറ്റി റീസെറ്റ് ചെയ്താൽ മതി. പിന്നെ ബ്രേക്കിൻ്റെ പാഡ് സെറ്റ് വളരെ തീർന്നൊരവസ്ഥയിലാണ്. അത് വളരെ ലെവൽ കുറവാണ്. അതായത് ഇതാണ് ശരി ഇൻഡിക്കേഷൻ ലൈനാണ് കേട്ടോ. ആ ലൈനോട് ചേർന്ന് എത്തിയിട്ടുണ്ട്, നിസ്സാരം കൂടി ഉള്ളു ഓടാനായിട്ട്. അപ്പോൾ ബ്രേക്കിൻ്റെ പാഡ് സെറ്റും കൂടി കൂട്ടത്തിൽ കൂടെ മാറ്റാണെങ്കിൽ അതാണ് കുറച്ചുകൂടി ബെറ്റർ. ഞാനത് ബ്രേക്ക് പാഡ് സെറ്റും കൂടി ഉൾപ്പെടുത്തിയിട്ടുള്ളൊരു എസ്റ്റിമേറ്റാണ് ഇടണം കേട്ടോ. വീഡിയോ കണ്ടതിന് ശേഷം നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇടണം, കാരണം റിപ്ലൈ കിട്ടിയിട്ട് നമുക്ക് അതനുസരിച്ച് വർക്ക് ചെയ്യാം. അതാവുമ്പോൾ ആ രീതിയിൽ ചെയ്ത് പോകുമ്പോൾ പിന്നീട് നമുക്ക് അതിലേക്ക് തിരിഞ്ഞു നോക്കണ്ട, കുറേ നാളത്തേക്ക് അത് അങ്ങനെ ഇടുന്ന് ഓടിക്കോളും. ഇപ്പോൾ പാഡ് നമ്മളിപ്പോൾ അത് മാറ്റാതെ കൊണ്ട് ഇട്ട് കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോഴത്തേക്കും അത് നിസ്സാരം കൂടി ഓടുള്ളൂ. അത് ഓടി പാഡ് സെറ്റ് തീരും, വീണ്ടും നമ്മൾ കയറ്റേണ്ടതായിട്ട് വരും. അപ്പോൾ ഇനി നമ്മളത് മൈൻഡ് ചെയ്യാണ്ട് പോയി കഴിഞ്ഞാൽ ഡിസ്ക് പ്ലേറ്റുമേക്ക് കയറി പിടിക്കാൻ നിൽക്കും, അതൊക്കെ റിസ്ക്കാണ് ശരിക്കും. അപ്പോൾ അതിനേക്കാളും നല്ലത് നമുക്ക് മാറ്റി റീസെറ്റ് ചെയ്യാം. അപ്പോൾ അത് മാറ്റിയുള്ളൊരു എസ്റ്റിമേറ്റാണ് ഞാൻ ഇടുന്നത്. വാട്സാപ്പിലേക്ക് ഡീറ്റെയിൽസ് ഇട്ടേക്കാം. ഓക്കെ, വീഡിയോ കണ്ടുകഴിയുമ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇട്ടോളൂ കേട്ടോ.